ആ പുതിയ ഇൻട്രോ ഇട്ടപ്പോൾ മാറിയതാ. ഞാൻ ലാസ്റ്റ് മിനിറ്റ് ലൈവ് ഇട്ടാ. ഞങ്ങൾ ഇത്രയും നേരം ടിവിയുടെ മീറ്റിംഗിലായിരുന്നു. ഞാൻ കുറേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലേ ഔട്ട് ചേഞ്ച് ചെയ്തപ്പോഴാണ് അശ്വിന്റെ സ്ക്രീൻ വരാഞ്ഞത്. അത് പുതിയ ഇൻട്രോ എല്ലാം ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇനി തൊട്ടുള്ള എല്ലാ ലൈവിലും ഉണ്ടാവും. അതാണ് പറ്റിപ്പോയത്. കാരണം ജനറൽ വിസിയിൽ KGF ഹൗസ്ഫുൾ ഷോ ആണല്ലോ എന്നോ. KGF ഒക്കെ ഇപ്പൊ ജനറൽ വിസിയിൽ പടമൊക്കെ തുടങ്ങി കേട്ടാ. നിങ്ങൾ സെർവറിലൊക്കെ കയറി പടമൊക്കെ കാണണം. നമുക്ക് നാളെ പടം കണ്ടാലോ? നാളെ പടം കാണാം. നാളെ ജയിലർ കാണാം. ജയിലർ. ഓ അല്ല പടക്കൊക്കെ പൊട്ടിക്കാം നമുക്ക്. ഫേസ് നമുക്ക് ഓണാക്കി നാളെ പടം കണ്ടാലോ ഗൈസ്? നാളെ നമുക്ക് ജയിലർ കാണാം. ഡിസ്കോഡിൽ വരണേ. ജനറൽ വിസിയിൽ ഞാൻ വരുമ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടാം. ടൈം പറയാം. നമുക്ക് PUBG കഴിഞ്ഞിട്ടിരുന്ന് കാണാം. ഓ സെറ്റ് യൂട്യൂബ് ലൈവില് ഡിസ്കോഡ് ലൈവില് യൂട്യൂബ് ലൈവിലൊന്നും പറ്റൂല. സഞ്ജു ബ്രോ താങ്ക് യു സൂപ്പർ ചാറ്റ്. അഭിമന്യു അച്ചു താങ്ക് യു സോ മച്ച്. അതുപോലെ മൂവി വേൾഡ് താങ്ക് യു സോ മച്ച്. അത് 40 സഞ്ജു അണ്ണാ ലവ് എന്ന് പറഞ്ഞിട്ട് ഇതായിട്ടുണ്ട്. അപ്പൊ ഗൈസ് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. എല്ലാവരും ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എന്ത് സുഖം. എങ്ങനെ കോഴി ബിസിനസ് ഒക്കെ എങ്ങനെ പോണു ബാബു? ഇപ്പൊ പോകുന്നു തിരക്കല്ലേ. ബ്രോ നന്നായിട്ടൊന്ന് പിടിച്ചു പഠിച്ചാൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവരാം. ആണല്ലേ? ഞാനിപ്പോ ഇവിടെ എനിക്ക് 2 ബിസിനസ് ഉണ്ട് ഒരേ ടൈമില്. കോഴി, പശു, പാല് എല്ലായിട്ടാണ് ഞാൻ മാനേജ് ചെയ്താണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ അത് വെച്ച് നോക്കുമ്പോ കോഴി മാത്രമാണ് എനിക്ക് എളുപ്പമുണ്ടെന്ന് വേണം പറയാൻ. ആണല്ലേ? ഇത് വലിയ പാടാണ്. വലിയ പാടാണ്. എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നതിന് വലിയ പാടാണ്. ഇതങ്ങനെയല്ല. ആദ്യം കോഴിയെ ബ്രീഡ് ചെയ്യിക്കണം, പശുവിനെ ബ്രീഡ് ചെയ്യിക്കണം, പിന്നെ കഞ്ചാവ് നടണം, എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. അത് പ്രശ്നമാണ്. അപ്പൊ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. RP എന്തായി? എല്ലാ അനൗൺസ്മെന്റ്സ് എല്ലാം ഇനി പറയാം. അപ്പൊ നമുക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളിലേക്ക് കിടക്കാം ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. രോഹിത് ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ബേബി ക്രിയേഷൻസ് താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. 9.2K വാച്ചിങ് ദ സ്ട്രീം. എന്നിട്ട് 6400 പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ ഗൈസ്. ലൈക്ക് അടിക്കും, എല്ലാവരും ലൈക്ക് അടിക്കും. അപ്പൊ RP അപ്ഡേറ്റ് ആൻഡ് നമ്മൾ പുതിയ സെർവറിൽ ജോയിൻ ചെയ്തു. ആൻഡ് പുതിയ സെർവർ എന്ന് പറയണത് നമ്മൾ കുറച്ച്, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് സെർവറിലാണ് ഇനി തൊട്ട് കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള RP സെനാറിയോ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ഡിഫറൻസുകളും ഒരുപാട് പുതുമയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സെർവറിലാണ് നമ്മൾ കളിക്കുന്നത്. ആൻഡ് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ദൈവമായിട്ടുള്ള വ്രോക്സ് തിരിച്ചു വരികയാണ്. അങ്ങനെ വ്രോക്സിന്റെയും അതുപോലെ തന്നെ ടോണിയുടെയും പുതിയ സെർവർ ആയിട്ടുള്ള, എന്താണ് സെർവറിന്റെ പേര്? ഡിമൻസിറ്റി ആണോ ഡയമണ്ട് സിറ്റി ആണോ? ഡയമണ്ട് ആണെന്ന് തോന്നുന്നു. ഡയമണ്ട് സിറ്റി ആണ് ഇനി തൊട്ട് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി എന്താ പറയാ, നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിടില സെർവറാണ്. അതായത് ഇതുവരെ നിങ്ങൾ ആരും, അതായത് നമുക്ക് ഇതുവരെ ചെയ്തു വന്ന ഒരു പാറ്റേൺ അല്ലാതെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെർവറാണ്. സോ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് എന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് നമ്മൾ പറയുന്നു നമ്മൾ ഒരിടത്തായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. സോ അതുകൊണ്ട് ഈ വട്ടം അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരിടത്തായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. വി വിൽ ബി പ്ലേയിങ് TVA x KVA വിൽ ബി ദെയർ. ആൻഡ് അവർ സെക്കൻഡ് സെർവർ ഈസ് എക്സ്ലാൻഡിസ് ഫോർ ഷുവർ. ആൻഡ് അതും നമ്മൾ ഈ 2 സെർവറിൽ ഒരേപോലെ കളിക്കണതായിരിക്കും. അതാവുമ്പോൾ ബാൻ കിട്ടിയാൽ ഒരു സെർവറിൽ നിന്ന് മാറി അപ്പുറത്തെ സെർവറിൽ കളിക്കാം, ഇവിടുന്ന് മാറി കളിക്കാം, എല്ലാം കളിക്കാം എന്നുള്ളൊരു രീതിയാണ്. സോ എക്സ്ലാൻഡിസും അതുപോലെ തന്നെ ഇതുമായിരിക്കും നമ്മുടെ സെർവേഴ്സ് ഇനി തൊട്ട്. അപ്പോൾ ബാൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ ബാധിക്കത്തില്ല. ഫ്രം ടുമോറോ ഉണ്ടോ? ടുമോറോ അല്ല ബ്രോ, 15-ാം തീയതി. 2 ദിവസത്തോടെ വേണം സമയം, 2 ദിവസത്തോടെ ടൈം വേണം. 2 ദിവസം കൂടി ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സെർവർ ലോഞ്ച് 2 ദിവസത്തോടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 15-ാം തീയതിയാണ് സെർവർ ലോഞ്ച് വന്നതിന് ശേഷം ആയിരിക്കും നമ്മൾ. ആൻഡ് നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് മിസ് ഔട്ടായ TVയിലും KVയും തമ്മിലുള്ള കുറച്ച് നല്ല RPകളും കുറച്ച് നല്ല അടിയും വഴക്കുകളൊക്കെ ഉണ്ടാവും. ആൻഡ് ഈ വട്ടം നമ്മൾ ഉറപ്പ് തരാം ഗൈസ്, ഇത് ഒരടിയായാൽ പോലും അവരുടെ സൈഡിൽ നിന്നും അവരുടെ അഡ്മിൻ പാനലിൽ നിന്നും നമുക്ക് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്നും നമ്മൾ ഒരു ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഇതൊരു അടിയായാൽ പോലും വാറാണെങ്കിൽ തന്നെ എക്സ്ട്രീം ടോക്സിസിറ്റിയിലോട്ട് പോകത്തില്ല എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്.
അതുകൊണ്ട് എക്സ്ട്രീം ടോക്സിസിറ്റിയിലോട്ട് പോവാതെ ഞങ്ങൾ നോക്കിക്കോളാം. സെർവറിലെ കാര്യങ്ങൾ നമ്മൾ ഇതാക്കി നല്ലൊരു സ്റ്റാർട്ട് പോലെ. ആൻഡ് ബോത്ത് ദ സെർവേഴ്സിലും നമ്മുടെ ഗ്യാങ് ഹൗസ്, ഗ്യാങ് ഡ്രസ്സ്, ഗ്യാങ് വണ്ടി എല്ലാം സെയിം ആയിരിക്കും. 2 സെർവറിലും PvP ആക്റ്റീവ് ആണ്. ടർഫ്, ബോഗ് എല്ലാം ഒരുമിച്ചായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, അപ്പം അടിയുണ്ടാവും, വഴക്കുണ്ടാവും, RP ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആൻഡ് അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അണ്ണാ ഇൻസ്റ്റ നോക്കുമ്പോൾ ഞാൻ മെസ്സേജ് നോക്കണേ. സിസി ഗെയിമിംഗ് വെയിറ്റ് നോക്കാം ബ്രോ, നോക്കാം. അർജുൻ BR ബ്രോ, താങ്ക് യു സോ മച്ച്. ഇത് കത്തും റോക്സ് എന്ന് പറഞ്ഞിട്ട് 40 rupees. ലാസ്റ്റ് വീഡിയോ നോക്ക്, കഴിവുണ്ടെന്ന് തോന്നുന്നതിൽ സപ്പോർട്ട് ആക്കും. മ്യൂസിക് മാൻ ബ്രോ, ഇന്ന് ഞാൻ റിയാക്ഷൻ സ്ട്രീം അല്ല. എല്ലാ ലൈവിലും എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ നല്ലതുപോലെ ഉണ്ട്. ചാനൽ ഹെൽത്ത് വളരെ ലോ ആണ് ഇപ്പോൾ എനിക്ക്. ഡിസ്കോഡ് ട്രോൾസ് നോക്കി അൺടിൽ ഒരു പ്ലാറ്റ്ഫോം വരുന്നിടം വരെ നമ്മൾ ഡിസ്കോഡ് ട്രോൾസ് ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലുമൊക്കെ ഒരു ലൈവിൽ മാത്രമേ നോക്കത്തുള്ളൂ. അണ്ണാ നാളെ ഞാൻ ജർമ്മനിക്ക് പോവുക. എല്ലാ ടി വി മെമ്പേഴ്സിനോടും താങ്ക്സ്. കുറേ ഡൗൺ ടൈമിൽ ലൈവ് ആയിരുന്നു, ആശ്വാസം. ഇപ്പം നിങ്ങളുടെ ലൈവ് വീഡിയോസ് കണ്ടില്ലേ വരും. താങ്ക് യു സോ മച്ച് അക്കു ബ്രോ, മീൻസ് എ ലോട്ട്. ജർമ്മനി ചെന്നിട്ട് റുപ്പീസൊക്കെ മാറിയിട്ട് ജർമ്മൻ കറൻസി ഒക്കെ വരട്ടെ. അണ്ണാ തിരുമേനിയാണ്, തിരുമേനി വെൽക്കം ടു സ്ട്രീം. തിരുമേനി കാശ്, താങ്ക് യു സോ മച്ച്. അപ്പം അതാണ്. ആൻഡ് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു സെർവർ ചൂസ് ചെയ്തിട്ട് PDRPയും കൂടെ വേലു RPയും കൂടി ഞാൻ ഏതെങ്കിലും ഒരു സെർവറിൽ ചെയ്യുന്നതായിരിക്കും. അത് ഏതാ സെർവർ നമുക്ക് നല്ലത്, ഏതാ സെർവർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം തൊട്ടേ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത്. ഹൈനയും കാർണേജും തന്നെ ആയിരിക്കും ഗ്യാങ് വർക്കുകൾ, മാറ്റമൊന്നുമില്ല. ഹൈനയും കാർണേജും തന്നെയാണ്. അപ്പം അങ്ങനെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാസ്ട്രോ വരുമോ? അതെനിക്ക് അറിഞ്ഞൂടാ ബ്രോ. അവരുടെ ഗ്യാങ് ഡിസിഷൻസ് ഒക്കെ അവരാണ് എടുക്കുന്നത്. കാസ്ട്രോ കറൻ്റ്ലി RPന്ന് ഇതായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഡിസിഷൻസ് ഒക്കെ അവരായിരിക്കും പറയുന്നത്. സോ ദാമുവിൻ്റെ കേസ് ഓൾറെഡി പറഞ്ഞായിരുന്നു ബ്രോ. ദാമു 2 മാസത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല. ദാമു 2 മാസത്തേക്ക് അവന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പിലാണ്. സോ ദാമു എന്തായാലും വരുമോ എന്നുള്ള കാര്യം എന്തായാലും എനിക്ക് അറിഞ്ഞുകൂടാ. അണ്ണാ സ്റ്റീവിനെ കുറിച്ച് പറയാമെന്നോ? സ്റ്റീവിനെ കുറിച്ച് എന്ത് പറയാനാടാ? സ്റ്റീവിനെ ഇനി എന്ത് പറയാനാ? അവനുള്ള എക്സ്പോഷർ അത് എന്നും ഉണ്ടാവും. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു പ്ലെയർ ഇല്ല. അവനൊരു റീപ്ലേസ്മെന്റ് ഇല്ല. എവിടെയാണല്ലോ അവൻ ഏത് ഗ്യാങ്ങിൽ കളിച്ചാലും അവന് പകരമായിട്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റൂല. അത് അവന് പകരം അവൻ മാത്രമേ ഉള്ളൂ. അത് അവനിപ്പോൾ ടി വിയിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ സ്റ്റീവിന് പകരം ഒരു റിക്രൂട്ട്മെന്റ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് എടുക്കാൻ ഇന്ന് കേരള RP കമ്മ്യൂണിറ്റിയിൽ ഇല്ല അങ്ങനെ ഒരാൾ. അവന് റീപ്ലേസ്മെന്റ് എടുക്കാൻ വേറൊരാളില്ല. അത് ഞാൻ പറയാം, അത് എപ്പോഴാണെങ്കിലും പറയാം. അവനെ അങ്ങനെ ഒരു റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അവന് പകരം വേറൊരാൾ, അവനോട് നിൽക്കുന്ന വേറൊരാളെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നാ ഞാൻ റെഡി ആയിട്ട് പരുന്ത് വേലായത് 40 rupees. ഓക്കെ വേലായത്, ഓക്കെ 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 ഓക്കെ. ഡിമെൻസിറ്റി എന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും കളിക്കുന്നത്. സോ 15-ാം തീയതി തൊട്ട് നമ്മൾ RP രണ്ടിടത്തുമായിട്ട് കളിച്ചു തുടങ്ങും. 15-ാം തീയതി നിങ്ങളെ പുതിയ സെർവറിലെ പുതിയ ഫീച്ചേഴ്സ്, പുതിയ കാര്യങ്ങൾ എല്ലാം നമ്മൾ കാണിക്കും. ആൻഡ് അടുത്ത ദിവസം എക്സ്ലാൻഡിസിൽ കയറി എക്സ്ലാൻഡിസിലെ ഇതും നിങ്ങളെ കാണിച്ചു തരും. ഈ 2 സെർവറിൽ ഒരേപോലെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈമറി സെക്കൻഡറി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടിടത്തും ഒരുപോലെ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. രണ്ടിടത്തും ഒരുപോലെ ചെയ്ത് പോവാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതാക്കി നിൽക്കുന്നത്. അജ്മൽ അമർ വെയിറ്റിംഗ്. അജ്മൽ ബ്രോ വെൽക്കം ടു സ്ട്രീം. സ്വാൻ ഡാന താങ്ക് യു സോ മച്ച്. 179 വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ആരൊക്കെയാണ് ഫസ്റ്റ് 30 ലൈനപ്പ്? അത് ഇപ്പോൾ ഉള്ളത് ലൈനപ്പ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഉള്ള ലൈനപ്പ് തന്നെയാണ്. അതിനൊന്നും മാറ്റമൊന്നുമില്ല. ആൻഡ് സ്പീഡ് ബാക്ക് ടു മെയിൻ ലൈനപ്പ്. സ്ട്രില്ല് 2.5 മാസത്തേക്ക് ഗ്യാപ്പിലാണ്. അവനൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സ്ട്രില്ലിന് പകരം നമ്മുടെ സ്പീഡിനെ തിരിച്ച് കയറ്റിയിട്ടുണ്ട്. അതേ ഉള്ളൂ. അണ്ണാ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വന്നില്ല. അഖിലേശ്വർ ബ്രോ, ഞാൻ നല്ല തിരക്കിലായിരുന്നു 2 ദിവസം. ഇന്നലെ ആകെ ഷോ അടിച്ചിരിക്കുക. ആരൊക്കെയാണ് അണ്ണാ ഫസ്റ്റ് 30 ലൈനപ്പ് എന്ന്? ജാക്ക് ഡാനിയൽസ് 40 rupees സൂപ്പർ ചാറ്റ്. അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം സ്റ്റീവ് പോവാണോ? അയ്യോ അല്ലടാ, എന്തിനൊക്കെയാ പറയണേ? സ്റ്റീവ് ഇവിടെ പോവാൻ? ഗൈസ് ലൈക്ക് അടിക്കാതെ ലൈക്ക് അടി. മേക്ക് ഇറ്റ് 10K ലൈക്ക്. 8.9K 1K ആൾക്കാരോട് ലൈക്ക് അടിച്ച 10K ലൈക്ക്. ഗ്യാങ് ഹൗസ് എല്ലാം സെയിം ആയിരിക്കും. ഗ്യാങ് ഹൗസ് എല്ലാം ഇതായിരിക്കും. ഡ്രസ്സ് എല്ലാം സെയിം ആയിരിക്കും. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഗ്യാങ് ഹൗസിനൊന്നും ഒരു മാറ്റവും ഇല്ല. 2 സിറ്റിയിലും ഗ്യാങ് ഹൗസും ഗ്യാങ് വണ്ടിയും എല്ലാം സെയിം ആയിരിക്കും. ആൻഡ് നമ്മൾ പോകുന്നിടത്ത് 2 ബെല്ലാരിയും അന്തേരിയും ഉണ്ടാവും. അവർ നമ്മളോട് ഉണ്ടാവും. അതുകൊണ്ട് അതങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. സ്റ്റീവ് ഇഷ്യൂ എന്താ? അവൻ ഭയങ്കര ഇഷ്യൂ ആണ് സ്റ്റീവിന്. അവനാണെങ്കിൽ ഉണ്ടല്ലോ, അടിക്കുന്ന മൊത്തം തലയ്ക്കാണ് കൊള്ളുന്നത്. അതുകൊണ്ട് സ്റ്റീവായിട്ട് ഞങ്ങൾക്ക് ഇഷ്യൂ ആണ്.
ഈ ദേഹത്ത് അണ്ടിയിലടിക്കുന്ന ആരെങ്കിലും അതിന് പകരമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റീവുമായിട്ടുള്ള ഇഷ്യൂ. അതൊന്ന് ഫിക്സ് ചെയ്യണം, എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം പെട്ടെന്ന്. അവ അടിക്കണതെല്ലാം തലയ്ക്കാ കൊള്ളണേ. അതൊന്ന് മാറ്റാം. അതിന് ഫിക്സ് ഇതുവരെ എനിക്ക് കിട്ടിയില്ല. ആ ഒരു ഫിക്സ് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ. ഇതാണ് സ്റ്റീവായിട്ടുള്ള ഇഷ്യൂ. ഈകള് വെട്ടി എറിഞ്ഞ് അണ്ടി ചെയ്യുന്നോ? അണ്ണാ പാട്ട് പാടിത്തരുമോ? മൂഡ് ഔട്ട് ആയതുകൊണ്ടാണ്. സിസി ബ്രോ ഇപ്പൊ പാട്ട് പാടിയ ശരിയാകത്തില്ല, ഞാൻ പാടിത്തരാം. സജിമോൻ ഫാൻ ബൈ 40 രൂപ ആണ്. സജിമോൻ 7K അടിക്കാൻ സപ്പോർട്ട് ചെയ്യുമോ? എടാ നമുക്ക് ചെയ്യാം. ഇന്നത്തെ ലൈവ് കഴിയുമ്പോഴത്തേനും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മേജർ അനൗൺസ്മെന്റ്സ് ഗൈസ്. നമ്മൾ ഉടനെ തന്നെ ആ പഴയ നല്ല കാലം തിരിച്ചു കിട്ടണേ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന വാച്ചിങ് കൗണ്ടും ഇതൊന്നുമല്ല. വാച്ചിങ് കൗണ്ടൊന്നും നമുക്ക് അങ്ങനെ വലിയ മേജർ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും RP കാണാൻ നമുക്കൊരു 10-13,000 പേര് വരാറുണ്ട്, അവർ കാണാറുണ്ട്, നമ്മളുടെ RP ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ എല്ലാവരും തമ്മിലുള്ള ആ ഒരു സിനർജി ഇതെല്ലാം കാരണം ഒരു സമയത്ത് നമ്മളായിട്ട് ചിലപ്പം എന്തെങ്കിലും രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള മെയിൻ ഒരു കാരണം തന്നെ അതുകൊണ്ടാണ് ഗൈസ്. മെയിനായിട്ട് നമ്മൾ കാരണം എന്തെങ്കിലും ഒരു ഹേറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഫിക്സ് ചെയ്യാനൊരു എൻ്റേതായിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ വർഷം ഇങ്ങനത്തെ രീതിയിൽ ഇത് പ്ലാൻ ചെയ്തത്. സോ പഴയ പോലത്തെ ആ ടർഫിൻ്റെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ വരണം. ആൻഡ് ഒരു വേർത്തി ഒപ്പോണൻ്റ് എന്നുള്ള രീതിയിൽ അവരെ എനിക്ക് ഒഴിവാക്കി നിർത്താൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടും ഞാൻ പലവട്ടം ലൈവിൽ ഇല്ല ഞാൻ ഇനി വേറൊരിടത്തോട്ട് അല്ലെ അവരുടെ അടുത്തോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ തിരിച്ചവിടെ കയറാനുള്ള അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം തന്നെ അതുകൊണ്ടാണ്. സോ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ 2025. എല്ലാവർക്കും അവർക്കും ഒരു നല്ലൊരു വർഷം വരട്ടെ എന്നുള്ളൊരു ഇതിൽ തന്നെ അത് വിചാരിക്കണേ. അങ്ങനെ പോട്ടെ. അണ്ണാ മറ്റന്നാൾ CBSE എക്സാം തുടങ്ങുകയാണ്. ബൈ. പോയിട്ട് ഓൾ ദി ബെസ്റ്റ്. അണ്ണാ ഇന്നലെ എന്ത് പറ്റി കണ്ടില്ലല്ലോ? എടാ ഇന്നലെ ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ അതിനെപ്പറ്റി പറയാം. അശ്വിൻ മധു ബ്രോ, താങ്ക് യു സോ മച്ച് ഓഫ് ദ 40. യുവർ ഡിസ്കോഡ് ലിങ്ക്. ഡിസ്കോഡ് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ബ്രോ. ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി, കാണാൻ പറ്റും. അണ്ണാ എൻ്റെ പ്രിയ സുഹൃത്ത് സെൻസോയ്ക്ക് അച്ഛനെ തിരയുന്നുണ്ട്. സെൻസോക്കെ എടാ നീ അങ്ങനെ തെരഞ്ഞ് വേറെ എങ്ങും പോകണ്ട. നിന്റെ കൂട്ടുകാരനല്ലേ, പുള്ളിയെ തന്നെ അങ്ങനെ വല്ലതും കാണും, അതാണ് നല്ലത്. അവൻ അത്രയും വിഷമമുണ്ട്. അപ്പം നീ അവനെ അങ്ങനെ അച്ഛനായിട്ട് വല്ലതും കണ്ട് അങ്ങനെ അങ്ങ് പോട്ടെ, അതാണ് നല്ലത്. ഇതെന്താ ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ എന്തോ പറഞ്ഞേ? എന്തോ ഇവനെ രഘുലിന്റെ പൊക്കി പറഞ്ഞ സൂപ്പർ ചാറ്റ് കേട്ടോ. എടേ സുമതി ഇല്ലെന്ന് ഉറപ്പായോ? ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ, നമ്മൾ ഇനി ആയും തൊട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. അത് നമ്മൾ ഓൾറെഡി അത് ലൈക്ക് എല്ലാം അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അവർ തിരിച്ചു പറഞ്ഞു തുടങ്ങണം, മനസ്സിലായോ? പക്ഷെ ഇത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ റിവെഞ്ച് മാറില്ലെന്ന് എനിക്കറിയാം. അത് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പം നിങ്ങളുടെ ഒന്നും മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നത്. അതെനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എല്ലാ രീതിയിലും മുമ്പിൽ വെച്ചത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പിലാണ് ഞാനത് കൊണ്ടുപോകണത്. നമ്മളിത് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അവർക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ ഒന്ന് പൊക്കിക്കൊണ്ട് വരുന്നത്. വിടാം ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ, അതങ്ങനെ പോട്ടെ. അണ്ണാ എൻ്റെ മനസ്സിലായ മറ്റേ ഷൂ എന്നാ മിസ്റ്റർ മടിയൻ. ഏത് ഷൂവാ? എന്താ ബ്രോ മനസ്സിലായില്ല? ഓ അത് അവന്റെ സൈസ് അല്ലടാ എൻ്റെ ഷൂസ് ഒന്നും. ഞാൻ നോക്കട്ടെ ബ്രോ. നീ മോഡറേറ്റേഴ്സ് ആർക്കെങ്കിലും മെസ്സേജ് അയക്ക്, നമുക്ക് അത് സെറ്റ് ആക്കാം. ലിങ്ക് എക്സ്പയർ ആണ്. നിനക്ക് ഷൂ വേണമെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയാവോടാ? നീ സാരി ഉടുത്തിട്ട് മറ്റേ എറണാകുളം ബസ് സ്റ്റാൻഡിൽ പോയി വൈകുന്നേരം നിൽക്കണം കേട്ടാ. എന്നിട്ട് നീ അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഷൂ മേടിക്കണം. സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടല്ലോ, ഡെയിലി സ്ട്രീം ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. ഗെയിം കളിക്ക്, സ്ട്രീം ചെയ്യ്, പൈസ ഉണ്ടാക്ക്, നീ മേടിക്കുന്നിട്ട്. അവ സ്ട്രീം മേടിക്കുക, ഷൂ മേടിക്കാൻ വന്നിരിക്കുന്നവൻ. അയ്യറിന് പെർമനന്റ് ബാൻ ഞാൻ കണ്ട്. ബാനിട്ടന്റെ റീസൺ ആയിരുന്നു സൂപ്പർ. മറ്റേ ബാനിട്ടന്റെ റീസൺ ബ്രോ, ഈ സെർവറിൽ നീ ഇരുന്ന് മുമ്പണ്ട വേറെ എവിടത്തേലും പൊക്കോളാൻ, അതാണ് ബാൻ റീസൺ. അതാണ് താങ്ങിന്ന്. അയ്യോ നീയൊക്കെ സെർവർ എങ്ങനെയാണ് തുടങ്ങിയ പുണ്ടച്ചികളെ? നീയൊന്നും നീയൊക്കെ ഒന്നും ചെയ്യാത്ത പോലെ വലിയ മറ്റേ പുണ്യാളന്മാര്. എന്നിട്ട് അവന്റെയൊക്കെ പുതിയ ഉപദേശമായിട്ട് വന്നേക്കുന്നു. നീയൊക്കെ താങ്ങിയിട്ട് എത്ര എന്തായാലും ഇവിടെ ഒരാളും താങ്ങിയിട്ടില്ല. ലോകത്തൊരാളും. പ്രൊഫസർ അപ്ഡേറ്റ്. പ്രൊഫസറിന് എന്ത് അപ്ഡേറ്റാ ബ്രോ വേണ്ടേ? പ്രൊഫസർ ഇതിൽ നിന്ന് പോയി. അവന് കളിക്കാൻ താല്പര്യമില്ല. അവനിപ്പോൾ ഗെയിമിലില്ല, കളിക്കുന്നില്ല. അവൻ വേറെ എവിടേക്കോ അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളില്ല. അവൻ തിരിച്ചു വരണില്ല. അത് അന്നേ പറഞ്ഞതാ. പ്രൊഫസറിന് അപ്ഡേറ്റ് ഒന്നും ഇല്ല. പ്രൊഫസറിന് അപ്ഡേറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയറാ. എത്ര വട്ടം പറഞ്ഞു ഞാൻ പ്രൊഫസറിന് അപ്ഡേറ്റ്? എന്ത് അപ്ഡേറ്റ്? ഓമായിരുന്നു അർജുൻ. അതാണ് ഇനിയാണ്
ഗൈസ് ഈ അനൗൺസ്മെന്റിന് ശേഷമാണ് ഇരട്ടത്തന്തയുള്ളവന്മാർ വരാൻ പോണത്. അതായത് ഇവിടെയും വരും അവിടെയും പോയി സീനാക്കുന്ന ഇരട്ടത്തന്തകൾ ഉള്ളവന്മാർ. അതായത് ഒന്നിച്ചല്ലോ, ഇനിയിപ്പോ എങ്ങനെയും തമ്മി തല്ലിക്കണമല്ലോ. അടുത്തത് വരാൻ പോണ ഇങ്ങനെ കുറെ കൂട്ടമുണ്ട്, മനസ്സിലായ? അവിടുത്തെ പേരിട്ട് ഇവിടെ വരും, ഇവിടുത്തെ പേരിട്ട് അവിടെ പോവും, മനസ്സിലായ? അങ്ങനത്തെ കുറച്ച് അണ്ണന്മാര് വരും ഇനി നമ്മുടെ ലൈവില്. അത് ഇനി നിങ്ങൾ നോക്കിക്കോണം. അങ്ങനത്തെ കുറച്ച് അണ്ണന്മാര് വരും, ഒരു സംശയവും ഇല്ല. അത് നോക്കിയിരുന്നു. KSEB അപ്ഡേറ്റ് ഇതുവരെ വേറെ അപ്ഡേറ്റ് ഒന്നും ഇല്ല. നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് 3 ഫേസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അണ്ണാ ഗ്യാങ് DKRP ലാസ്റ്റ് ഉണ്ടായിരുന്ന ഗ്യാങ് കയറ്റുമോ? നോക്കാം ബ്രോ. XPC വെൽക്കം സ്ട്രീം. ഇടാ അണ്ണാ പറയല്ലേ, എനിക്ക് സൈസ് 8 മതിയെന്നോ. എടാ മടിയാ, നീ എനിക്ക് മോഡറേറ്റേഴ്സിന് മെസ്സേജ് അയക്കും. നീ പൈസ കളയണ്ട, നീ വെറുതെ 40 രൂപ വെച്ച് കളയണ്ട. നീ മോഡറേറ്റേഴ്സിന് മെസ്സേജ് ഞാൻ അവരോട് സംസാരിച്ചേക്കാം. വില്ലത്തി ഓർ വില്ലന്താ ഫേസ് ഓഫ് എന്ന്. അതും ശരിയാണ്. അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഇതാണ് ഡിസിഷൻ. എന്തൊക്കെയായാലും വില്ലത്തിന് അമ്മുക്കുട്ടി വിട്ടുകൊടുക്കരുത്. അമ്മുക്കുട്ടി വിട്ടുകൊടുക്കത്തില്ല. ആകാശ് ബ്രോ, അണ്ണ അപ്പൊ ഉത്സവ സ്ഥലത്തിരുന്നാണ് ലൈവ് കാണുന്നതെന്ന്. ഓ എടാ, ഉത്സവമൊക്കെ എൻജോയ് ചെയ്യടാ. അവിടെ ഫോണും പിടിച്ചിരിക്കാതെ ആകാശേ. വീടിന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഉത്സവം ചുറ്റുപാട് അതൊക്കെ എൻജോയ് ചെയ്യും. അതൊക്കെയാണ് സന്തോഷം. അവിടെ ലൈവ് കണ്ടോണ്ടിരിക്കാതെ പോയി ഉത്സവം കാണടാ. ജസ്റ്റ് നത്തിങ്. അണ്ണാ എൻ്റെ ഒരു സജഷൻ ആണ്, സിയോൺ ഗ്യാങ് ഡ്രസ് വെഹിക്കിൾ സെർവറിൽ കൊടുത്തുകൂടെ? അയ്യോ ഇല്ലടാ ബ്രോ, പുതിയത് അവർ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് പിന്നെ ഇനി പഴയതിലോട്ട് പോകുന്നില്ല. ഏട്ടായിക്കോട്ടെ മോളെ വെൽക്കം സ്ട്രീം. എടാ നീയൊക്കെ ഇവിടെ ഇരുന്ന് മാൻഡ്രിഡ് എന്നും വിസയെന്നും ബാർക്കയെന്നും ഗോർക്കയെന്നും ഇട്ടാ എനിക്കൊരു അണ്ടി അറിയത്തില്ല അതിനെപ്പറ്റി, മനസ്സിലായ? ഞാൻ ഫുട്ബോൾ കാണുന്നവനല്ല. നീയൊക്കെ ഇവിടെ ഇരുന്ന് ചുമ്മാ സ്പാം ചെയ്തിരുന്ന് കൈ കഴിക്കുന്നതിൽ നല്ലതല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത്? എനിക്കത് എന്താന്ന് പോലും അറിയത്തില്ല. എന്നോട് റൊണാൾഡോ ഏതിനകത്ത് കളിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, മെസ്സി ഏതിനകത്ത് കളിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തിനാണ് ഇത് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്കത് അറിഞ്ഞൂടാ. ഫുട്ബോളിനെ പറ്റി ഏക്കും പോക്കും അറിഞ്ഞൂടാത്തവനാണ് ഞാൻ. എന്തിനാണ് ഇതിരുന്ന് പറയണമെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു വലിയ കാര്യമാണ്. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. BMW ഒരു കേസ് ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാരുടെ കമന്റ്, നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ സ്റ്റോറി ഇടുന്നതൊക്കെ എടുത്ത് റീലാക്കാൻ വേണ്ടിയിട്ട് വേറെ കുറെ പൊണ്ടച്ചികളുണ്ട് കേട്ടോ. ഒരു ഗൈസ്, ഞാനൊരു ഫംഗ്ഷന് പോയി. എൻ്റെ വണ്ടിയുടെ അവിടെ അതിനകത്ത് പറയുന്നത് എന്താ അറിയോ, നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ പൊടി ഉള്ളതുകൊണ്ടല്ലേ പൊടിയിൽ എഴുതിയത്. പൊടിയൊന്നും ഇല്ലാതെ വണ്ടി വൃത്തിയാക്കി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണെന്ന് അവൻ പറയുന്നത്. അതുകൊണ്ട് അവൻ വണ്ടി കഴുകാതാ പോയെന്ന്. ഗൈസ്, അവിടെ ഒരു വലിയ ഓപ്പൺ ഗ്രൗണ്ട് ആട്ടാ. അതായത് ഭയങ്കര ഓപ്പൺ ഗ്രൗണ്ട്, മുടിഞ്ഞ പൊടിയാണ്. നമ്മൾ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. തിരിച്ചു വന്നപ്പോൾ ഫുള്ള് പൊടിയടിച്ച് കിടക്കുകയാണ്. അതായത് ഫുൾ പൊടിയാ, മഴയൊന്നുമില്ല, കിളച്ചിട്ടിരിക്കുന്ന അവിടെയാണ് വണ്ടി ഇട്ടത്. അപ്പോൾ അതിനകത്ത് വീഡിയോക്കകത്ത് കുറേ പേരുടെ അഭിപ്രായം. കഴിച്ച് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഏട്ടാ. വണ്ടിയുടെ എല്ലാ ഗ്ലാസ്സിലും മേൽവശത്തും ഇതിലും കൊട്ടവാസു, അണ്ടി, ഊമ്പട എന്നൊക്കെ പറഞ്ഞ് എല്ലാ സൈഡിലും എഴുതി വെച്ചിരിക്കുന്നു, എല്ലാ സൈഡിലും. അപ്പൊ CCTVയിൽ അവർ പുതിയതായിട്ട് കിളച്ചിട്ടിരുന്ന ഗ്രൗണ്ട്, അതായത് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി കിളച്ചിട്ടിരുന്ന ഗ്രൗണ്ടാണ്. അവിടെ CCTVയിൽ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്ത്. അപ്പോൾ വേറൊരു വീട്ടിൽ CCTV ഉണ്ട്. അവിടുത്തെ വിഷ്വൽസ് ഇന്ന് വൈകുന്നേരം രാത്രി നമുക്ക് 10 മണിയാകുമ്പോഴത്തേന് തരാമെന്ന് പറഞ്ഞായിരുന്നു. എനിക്കിതുവരെ കിട്ടിയില്ല. പുള്ളി 10 മണിയാകുമ്പോഴത്തേന് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ആളെ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലിരിക്കുക. ആൻഡ് ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടൊരു വണ്ടി മേടിച്ച് ഒരിടത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതേല് ഇങ്ങനെ കൊട്ടവാസൊന്നും കുണ്ണ തെറിയും അത് അണ്ടിന്നും എല്ലാം എഴുതി വെക്കണ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ. ഞാനത് വീഡിയോ ഇട്ടിട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ്, മോനെ നീയൊക്കെ വളർന്ന് വലുതാവുമ്പം ഇങ്ങനെ ഒരു വണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മേടിക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ അതിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ. അതുവരെ നിനക്കൊന്നും അതിൻ്റെ വില മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ആരോ എടുത്ത് റീലാക്കി. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ കാണണം. നിങ്ങൾ കാണണം. കുഞ്ഞുങ്ങളല്ലേടാ അവന്മാരെന്തെങ്കിലും ഇത് ചെയ്ത് നീയൊക്കെ എന്താ പറയുക? ഈ കുഞ്ഞുങ്ങൾ നിന്റെ ലൈവ് കണ്ടിട്ടല്ലേ നീ അത് മേടിച്ചത്? കുഞ്ഞുങ്ങൾ കൊണ്ടല്ലേ ഈ കൊച്ചു പിള്ളേർ ലൈവ് കണ്ടിട്ടല്ലേ നിന്റെ അത് മേടിച്ചത്? അതാണ് ഇതാണ്. അവരോട് നീ അങ്ങ് ക്ഷമിക്കണം, അവരോട് നീ ഇത് ചെയ്യണം. ബ്രോ, ഞാൻ ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊക്കെ സിനിമാ തിയേറ്ററിൽ പോയി പടം കാണുന്നതുകൊണ്ടാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും അവർക്കും ഡയറക്ടേഴ്സിനും ഒക്കെ പൈസ കിട്ടുന്നത്. എന്ന് കരുതി മമ്മൂട്ടിയുടെ വണ്ടി റോഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നീ പോയി അതിൻ്റെ അകത്തിട്ട് അണ്ടി ഇട്ടൊരിക്കുവോ? അതൊരു ചോദ്യം. രണ്ടാമത്തെ കാര്യം കെട്ടിയിട്ട് ആരെ ലൈവ് കാണിക്കുന്നില്ല. ഇത് ലൈവ് ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയെന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ലൈവ് മാത്രമല്ല എൻ്റെ ഇൻകം സോഴ്സ്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ വേറെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് അധ്വാനിച്ച് മേടിച്ച വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഒരുത്തം വന്നിട്ട് അണ്ടിന്ന് ഒഴിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കണോ? ഞാൻ അവരുടെ അടുത്ത് പറയാം, എടാ മോനെ കുഞ്ഞു ചെറുക്കനല്ലേ. പിന്നെ വേറൊരു കാര്യം ഇവിടെ,
എനിക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ കൊച്ചിലെ ഒരുത്തന്റെ വണ്ടിയുടെ ബാക്ക് ഗ്ലാസ്സിൽ പോയിട്ട് കുണ്ണത്തര എഴുതി വെക്കാൻ നിന്നിട്ടില്ല. ഈ ജനറേഷനിലുള്ള ഇങ്ങനത്തെ പുണ്ടച്ചികളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണം കമന്റ് സെക്ഷനിൽ ഇരിക്കണ കാണുമ്പോഴാണ് അയ്യോ അവരെ. എന്നിട്ട് ഒരുത്തൻ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചേക്കണ കേട്ടോ. ഞാൻ തിരിച്ചു വെച്ച് ചേട്ടന് വണ്ടി വല്ലതും ഉണ്ടോ? എനിക്ക് 2 ക്രെറ്റയുണ്ട്, ഒരു ട്രാവലർ ഉണ്ട്, ചേട്ടൻ്റെ അഡ്രസ്സ് ഒന്ന് പറയുമോ, ഞാൻ അവിടെ വന്ന് ആ വണ്ടിക്കകത്തൊന്ന് എഴുതിക്കോട്ടെ എന്ന്. അന്നേരം അവിടെ പറയാ നീ ഒന്ന് വന്ന് എഴുതി നോക്ക്, അടിച്ച് നിന്റെ ചെകിളം പൊളിക്കുമെന്ന്. ഏട്ടാ എൻ്റെ അടുത്ത് പറയാ. ഞാൻ നേരെ ചോദിച്ചു പൊള്ളിയോ? ആ അതുപോലെ എനിക്കും പൊള്ളി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലാന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞേട്ടാ. അപ്പോഴത്തേക്കും പുള്ളി എടാ അത് പിള്ളേരായോണ്ട് അങ്ങനെ അങ്ങ് അവരെ അങ്ങ് ക്ഷമിച്ചു വിടണോന്ന്, നീ പിള്ളേരാണോ എന്ന്. എന്റെ പൊന്നോ, പിള്ളേർ എഴുതിയതാണല്ലോ, കുണ്ണയെന്ന് വണ്ടിയിലാണല്ലോ പിള്ളേർ വണ്ടിയിൽ എഴുതി പഠിക്കണേ. എന്റെയൊക്കെ ന്യായീകരണം, ഇജാതി ന്യായീകരണം ബ്രോ, കിടിലൻ ന്യായീകരണം. ഇങ്ങനത്തെ പുണ്ടച്ചികളെ ഒന്നും ഇതാക്കല്ല. SRP അഡ്മിൻ വല്ലതും ആയിരിക്കും ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ. നിങ്ങൾ എന്തിരിത്, നിങ്ങളിത് അടി ഉണ്ടാക്കി ഇഷ്യൂ ഉണ്ടാക്കണ. ബസ് നമുക്ക് ഇറക്കാൻ പൊളിക്കാൻ വിനീതിന്റെ ആഗ്രഹമല്ലേ? ജോക്കർ ബ്രോ, നിങ്ങളൊരു ബസ് വേണേ വിനീത് മേടിച്ചു കൊടുത്തോ, എന്നിട്ട് ജോക്കർ എന്ന് പേരിടണം, വിനീതിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായോ? ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബസ്സുകാരുടെ തല്ലൂടെ കൊള്ളാൻ എനിക്കിനി വയ്യ. ജൂനിയർ ഈഗിൾ അപ്ഡേറ്റ്, അതിങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. ഇപ്പം OS ലോഞ്ച് ആവാൻ പോണ്. എനിക്ക് തോന്നുന്നു മാർച്ചിലേക്ക് ലോഞ്ച് ഉണ്ടാവും. അതാണ് സത്യം പറഞ്ഞാൽ അതിന്റെ അപ്ഡേറ്റ്. കേരള വിഷൻ അപ്ഡേറ്റ്, എന്തൊക്കെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയണം? കേരള വിഷന് ഞാനും ഇപ്പം നല്ല ടേംസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഡെയിലി ലൈവ്, നമ്മുടെ ലൈവിന് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല, മനസ്സിലായോ? ഇപ്പൊ ഇഷ്യൂ ആണ്, എന്ത് ചെയ്യുക? ഇപ്പൊ ഇഷ്യൂ ആവത്തില്ലടാ, കാരണം കേരള വിഷന്റെ നമ്മള് റീജിയണൽ ഹെഡായിട്ടൊക്കെ ഓൾറെഡി സംസാരിച്ച് എന്റെ വീട്ടിലേക്ക് പ്രത്യേക ഒരു സെർവർ അവര് ഇതാക്കി തരാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണം, കേരള വിഷൻ ദ ബെസ്റ്റ് നെറ്റ്വർക്ക് ഇൻ കേരള, ഒരു സംശയവും ഇല്ല. ഇതാണ് താടി അപ്ഡേറ്റ്. അതിനൊരു അപ്ഡേറ്റ് ഇല്ല, മനസ്സിലായടാ? അവൻ എന്തൊക്കെ ദുബായ് അപ്ഡേറ്റ് ഈ മാസം അവസാനം ഞാൻ ദുബായ് പോവാണ്. ലൈക്ക് മോസ്റ്റ്ലി ഒരു 27-28 ഞാൻ ദുബായിൽ പോകും. അമൽ ഗോം, താങ്ക് യു സോ മച്ച് ഫോർ ദ Canadian $5. അമൽ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. കുറെ നാളായല്ലോ കണ്ടിട്ട്. ഓജി സ്ട്രീമറാണ് പുള്ളി കേട്ടാ, ഗോം ഗെയിംസ്. ഓർമ്മയില്ല നിങ്ങൾക്കൊക്കെ? ആ അമൽ ബ്രോ ആണിത്. വെൽക്കം ടു സ്ട്രീം അമൽ ബ്രോ. ഇപ്പൊ കാനഡയിലല്ലയോ, Canadian ഒക്കെ പോരട്ടെ. ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ $Australian. അമേരിക്കൻ ഡോളറാണോ അത്? ബ്രോന്റെ അണ്ടർവെയർ തരുമോ? 1000 GP തരാം. അളിയാ പെട്ടെന്ന് എടുത്തിട്ട്. പിന്നെ അഡ്രസ് വിനീതിന് കൊടുക്കേ, ഗൂഗിൾ പേ തരാം. നീ കൊണ്ടുപോ. വിനീത് നാളെ ജോലിയുണ്ട്, അവൻ പോവും. എന്തൊക്കെ തരം ആൾക്കാരാണടാ, നിനക്ക് എന്ത് വേണം? ദുബായിൽ ഇരുന്നിട്ട് അവനെ എന്റെ ഷെഡിക്ക് 1000 രൂപ വെച്ച് തരാന്ന് അയാളുടെ കാറ് നക്കി തുടപ്പിക്കണം. ഇല്ല ബ്രോ, അതൊന്നും അല്ല ഞാൻ പറയണേ. നമ്മളൊക്കെ കൊച്ചിലെ നമ്മളാണെങ്കിൽ പോലും വേറൊരാളുടെ ഒരു വണ്ടിയും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെക്കാളും അതായത് മെച്ചപ്പെട്ട ഒരാളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവരോട് അസൂയയല്ല, പകരം അവരുടെ അടുത്ത് എത്താൻ എന്ത് ചെയ്യാൻ പറ്റും, അവരെ പോലെ ജീവിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. ഒരുത്തൻ്റെ നല്ലൊരു വണ്ടി മേടിച്ചത് അത് കണ്ടാൽ ഞാൻ അതിൽ പോയി കുത്തി വരയ്ക്കത്തില്ല, പകരം ഞാൻ ആലോചിക്കും എന്ത് ചെയ്തിട്ടായിരിക്കും പുള്ളി വണ്ടി മേടിച്ചത്, നമുക്കും ആ ലെവലിലൊക്കെ ഒരു ദിവസം എത്തണം. എനിക്ക് പുള്ളിയോട് റെസ്പെക്ട് ആയിരിക്കും, റെസ്പെക്ട് തരണ്ട, റെസ്പെക്ട് ഒന്നും കൊടുക്കണ്ട ആർക്കും. പക്ഷെ ഞാൻ പറയാണ്, ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ ശീലിച്ചു. അതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ വേറൊരുത്തം വന്ന് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. കണ്ടാൽ മോന്തടിച്ച് പൊളിക്കും ഞാൻ, ഒരു സംശയമില്ല. അതാണ് ഒരുത്തനാൽ വെറുക്കപ്പെടാൻ ഒരു യോഗ്യത വേണം. ഒരുത്തൻ വേറെ വെറുക്കാൻ ആർക്കും പറ്റും. കിൽ ദം വിത്ത് യുവർ സക്സസ്, ബറി വിത്ത് യുവർ സ്മൈൽ. അത്രേ ഉള്ളൂ ലോഗിൻ എക്സലന്റീസ് വീഡിയോ നോക്കാമോ ബ്രോ? നമ്മൾ എക്സലന്റീസ് കയറും, RPയുടെ എല്ലാം വന്നേരത്തേക്ക് സെറ്റാക്കാം. അണ്ണ മീശ ഒന്ന് പിരിക്കാവോ? എന്താ ചന്തിമുഖ? 2 ഗ്യാങ് ആയാലോ അപ്പൊ ഗ്രൈൻഡിങ് എങ്ങനെയാണ്? 2 ഗ്യാങ് ആയാലോ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ബ്രോ. അതെ ഹരി